ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ കഥ കേട്ടാലോ? ഇന്നത്തെ നമ്മുടെ കഥയുടെ പേരാണ് കണ്ണുനീരിൽ നിന്ന് പുഞ്ചിരിയിലേക്ക്. എങ്കിൽ വേഗം കഥയിലോട്ട് പോകാം. ഒരു ചെറിയ ഗ്രാമത്തിലെ കുന്ന് കയറി വേണം സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിലെത്താൻ. ആ പള്ളിയുടെ പരിസരത്ത് ചെറിയൊരു ചായക്കട നടത്തിയിരുന്ന ആളായിരുന്നു ഔസേപ്പച്ചൻ. അദ്ദേഹത്തിന്റെ ലോകം തന്റെ ഏക മകൾ മരിയയും ആ പള്ളിയും മാത്രമായിരുന്നു. മരിയ ജനിച്ചപ്പോൾ തന്നെ അവളുടെ കാലുകൾക്ക് ചെറിയൊരു തളർച്ചയുണ്ടായിരുന്നു. മകളെ കൈകളിൽ താങ്ങി ആ പള്ളിയിലെ അൾത്താരയ്ക്ക് മുന്നിൽ നിന്ന് ഔസേപ്പച്ചൻ ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈശോയെ, എൻ്റെ മകളെ ഒന്ന് നടത്തിക്കണമേ. നാട്ടുകാർ പലപ്പോഴും പറയുമായിരുന്നു, ഔസേപ്പച്ച, വെറുതെ എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ഡോക്ടർമാർ പറഞ്ഞതല്ലേ അവൾക്ക് നടക്കാൻ കഴിയില്ലെന്ന്. പക്ഷേ ഔസേപ്പച്ചൻ പുഞ്ചിരിയോടെ പറയും, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. എൻ്റെ ഈശോ അവളെ കൈവിടില്ല. മരിയ വളർന്നു. അവൾ സ്കൂളിൽ പോകുന്നത് അച്ഛൻ്റെ തോളിലിരുന്നാണ്. മറ്റു കുട്ടികൾ ഓടിക്കളിക്കുമ്പോൾ ജനലിലൂടെ നോക്കി നിൽക്കുന്ന മക്കളെ കാണുമ്പോൾ ഔസേപ്പച്ചൻ്റെ നെഞ്ചൊന്ന് പിടയുമായിരുന്നു. പക്ഷേ മകൾക്ക് മുന്നിൽ അദ്ദേഹം ഒരിക്കലും കരഞ്ഞില്ല. പകരം അവൾക്ക് ഈശോയുടെ കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. മോളെ, വിശ്വാസമുണ്ടെങ്കിൽ മലകളെ പോലും മാറ്റാൻ ഈശോയ്ക്ക് കഴിയുമെന്ന് നിനക്കറിയില്ലേ? നീ പ്രാർത്ഥന ഒരിക്കലും കൈവിടരുത്. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. മരിയയ്ക്ക് ശസ്ത്രക്രിയ നടത്താൻ വലിയൊരു തുക ആവശ്യമായി വന്നു. തന്റെ ചെറിയ സമ്പാദ്യമെല്ലാം കൂട്ടിയിട്ടും പകുതി പോലും തികയുന്നില്ല. ഒടുവിൽ തന്റെ ചായക്കട വിൽക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അന്ന് രാത്രി പള്ളിയിൽ ഒറ്റയ്ക്കിരുന്ന് അദ്ദേഹം കരഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങി. നാഥാ, എൻ്റെ മകളുടെ ഏക സ്വപ്നമാണിത്. എനിക്ക് വേറെ വഴികളൊന്നുമില്ല. അടുത്ത ദിവസം രാവിലെ പള്ളിയിലെ അച്ഛൻ ഔസേപ്പച്ചനെ വിളിച്ചു. ഒരു അത്ഭുതം അവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു. നഗരത്തിൽ നിന്ന് വന്ന ഒരു വലിയ ഡോക്ടർ മരിയയുടെ കഥ കേട്ടറിഞ്ഞ് അവളുടെ ശസ്ത്രക്രിയ സൗജന്യമായി ചെയ്യാമെന്ന് ഏറ്റിരിക്കുന്നു. ഔസേപ്പച്ചൻ മുട്ടുകുത്തി നിന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞു. ശസ്ത്രക്രിയ കഴിഞ്ഞ് മാസങ്ങൾ നീണ്ട ചികിത്സ. മരിയ പതുക്കെ എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിച്ചു. ഓരോ തവണ വീഴുമ്പോഴും അവൾ അച്ഛൻ്റെ വാചകം ഓർക്കും, വിശ്വാസമുണ്ടെങ്കിൽ മലകളെ പോലും മാറ്റാം. ഒടുവിലൊരു ക്രിസ്മസ് രാവിൽ പള്ളിയിലെ പാതിര കുർബാനയ്ക്ക് എല്ലാവരും ഇരിക്കുമ്പോൾ പള്ളിയുടെ വാതിക്കൽ ഒരു നിഴൽ കണ്ടു. അത് മരിയയായിരുന്നു. ആരുടെയും സഹായമില്ലാതെ പതുക്കെ നടന്ന് അവൾ അൾത്താരയ്ക്ക് മുന്നിലെത്തി. പള്ളിയിലുണ്ടായിരുന്നവർ വിശ്വസിക്കാനാവാതെ നോക്കി നിന്നു. ഔസേപ്പച്ചൻ തന്റെ മകളെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ആ കണ്ണുനീർ സന്തോഷത്തിൻ്റെതായിരുന്നു. അദ്ദേഹം മകളോട് പറഞ്ഞു, മോളെ, നിന്റെ വിശ്വാസമാണ് നിന്നെ രക്ഷിച്ചത്. പള്ളിയിലെ അച്ഛൻ അന്ന് പ്രസംഗത്തിൽ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ നാം ദൈവത്തെ തള്ളിപ്പറയാറുണ്ട്. എന്നാൽ ഔസേപ്പച്ചനെ പോലെ ഉറച്ച വിശ്വാസത്തോടെ കാത്തിരുന്നാൽ ദൈവം നമുക്കായി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അന്നു മുതൽ ആ ഗ്രാമത്തിലെ എല്ലാവർക്കും ഔസേപ്പച്ചന്റെ ചായക്കട വെറുമൊരു കടയായിരുന്നില്ല, അതൊരു വിശ്വാസത്തിന്റെ അടയാളമായിരുന്നു. മരിയ ഇന്ന് വലിയൊരു അധ്യാപികയാണ്. അവൾ ഇന്നും കുട്ടികളോട് പറയുന്നത് ഒരേ ഒരു കാര്യമാണ്, വിശ്വസിക്കുക, അസാധ്യമായി ഒന്നുമില്ല. കൂട്ടുകാരെ, ഈ കഥയിലൂടെ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? നമ്മുടെ ജീവിതത്തിലും വലിയ പ്രതിസന്ധികൾ ഉണ്ടാകാം. ഡോക്ടർമാർ കൈവിട്ടേക്കാം, ബന്ധുക്കൾ ഉപേക്ഷിച്ചേക്കാം. പക്ഷെ ഓർക്കുക, കൂടെ നിൽക്കാൻ ആരുമില്ലെന്ന് തോന്നുമ്പോൾ ഈശോ നിങ്ങളുടെ കൂടെയുണ്ട്. ആ വിശ്വാസം മാത്രം മതി ഏതു വലിയ കടലും കടക്കാൻ. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ? എങ്കിൽ നമുക്ക് അടുത്തൊരു കഥയുമായി വീണ്ടും കാണാം.